صلى الله عليه وسلم من أشراط الساعة أن يوضع الأخيار ويرفع الأشرار. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് നല്ല ആളുകളെ താഴ്ത്തപ്പെടുകയും മോശക്കാരായ ആളുകളെ ഉയർത്തപ്പെടുകയും ചെയ്യുക എന്ന്. അതായത് നല്ലവരായ സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് സ്ഥാനമാനങ്ങളില്ലാതെ അനർഹരായ ആളുകൾ സ്ഥാനമാനങ്ങളിലും നേതൃത്വങ്ങളിലൊക്കെ വരിക എന്നുള്ളത് ഇന്ന് നമുക്കത് വ്യാപകമായി കാണാൻ കഴിയും. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി മുതൽ പള്ളി ഭരിക്കുന്ന ഭരണാധികാരികൾ വരെ ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആളുകൾ അർഹതയുള്ളവരെ മാറ്റി നിർത്തുകയും അനർഹരായ ആളുകൾ, വിവരമില്ലാത്തവർ, കാര്യശേഷിയില്ലാത്തവർ, പ്രാപ്തിയില്ലാത്തവർ അത്തരം സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അത് അന്ത്യനാളിൻ്റെ ഒരു അടയാളമാണ്. കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അആദഖല്ലാഹു മിൻ ഇമാറത്തി സൂഇ. കഅബേ, വിഡ്ഢികൾ നേതാക്കളാകുന്നതിനെടുത്തിട്ട് അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കട്ടെ. വിഡ്ഢികളുടെ നേതൃത്വം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് നബി ഇമാറത്തു സുഫഹ എന്ന് പറഞ്ഞാൽ? വിഡ്ഢികൾ നേതാവാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഉമറാഉ യകൂനൂന മിൻ ബഅദി. എനിക്ക് ശേഷം വരുന്ന ചില നേതാക്കന്മാരാണ്. അവര് ഭരണാധികാരികളാണ്, സംഘടനകളുടെ നേതൃത്വത്തിലുണ്ടാവും, പള്ളിയുടെ നേതൃത്വത്തിലുണ്ടാവും, രാജ്യത്തിന്റെ നേതൃത്വത്തിലുണ്ടാവും. പക്ഷേ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലാ യഹ്തദൂന ബിഹദീ, എൻ്റെ മാർഗം അവർ പിൻപറ്റില്ല. വലാ യസ്തന്നൂന ബി സുന്നത്തി, എൻ്റെ സുന്നത്തുകളും അവരിൽ ഉണ്ടാവില്ല. അവരവർ തോന്നിവാസ നേതൃത്വത്തിലിരിക്കും. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ സദഖഹു ബി കിദ്ബിഹി, ആ നേതാക്കന്മാർ പറയുന്ന നുണകളുടെ പുറകെ നിങ്ങൾ പോയാൽ, വ ആനഹും അലാ ദുൽമിഹിം, അവർ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്ക് നിങ്ങൾ കൂട്ടു നിന്നാൽ, അവരെ സഹായിക്കാനും അവർ പറയുന്നത് വിശ്വസിക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനും നിന്നാൽ, ലൈസു മിന്നി വലസ്തു മിന്നു, ഞാനും അവനുമായൊരു ബന്ധം ഉണ്ടാവില്ല. വല മെരിദല ഹൗദി, നാളെ പരലോകത്ത് വരുമ്പോൾ എൻ്റെ ഹൗദുൽ ഖൗസിന്റെ ഇടയ്ക്കിലേക്ക് അവന് വരാനും കഴിയില്ല, ഞാൻ അവന് വെള്ളവും കൊടുക്കില്ല. എന്നാൽ അത്തരം ആളുകൾ നേതൃത്വത്തിൽ വരുമ്പോൾ അവരെ സഹായിക്കാതെ, അവർക്ക് പിന്തുണ കൊടുക്കാതെ, അവർ പറയുന്ന കളവുകൾക്ക് കൂട്ടു നിൽക്കാതെ, അവരുടെ അക്രമങ്ങൾക്ക് സഹായിക്കാതെ മാറി നിന്നാൽ, അവരെ എതിർത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ അവനിൽപ്പെട്ടവനാണ്, നാളെ ഹൗദിൻ്റെ അടുക്കൽ അവന് വരാം, ഞാൻ അവന് വെള്ളം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അന്ത്യനാളാകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരും. നമ്മൾ ചെയ്യേണ്ടത് അവരെ സഹായിക്കാതെ, അവർക്ക് പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കുക, അവരെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല നല്ല നേതൃത്വത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും സ്വർഗ്ഗവും നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ